നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പാലനത്തിൽ മികച്ച സേവനം നടത്തിയ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുനിന്ന നവകേരള സദസ്സിൽ ക്രമസമാധാന ചുമതല നന്നായി നിറവേറ്റിയ സിവിൽ പോലീസ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനാണ് SP-മാർക്കും DIG-മാർക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി വിന്യസിച്ചായിരുന്നു നവകേരള യാത്ര നടത്തിയത്. കാരണം തുടക്കം മുതൽ തന്നെ കരിങ്കൊടി ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ കൂടുതൽ പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടേതും അടക്കം പ്രതിഷേധങ്ങൾ പലയിടത്തും സംഘർഷത്തിൽ വരെ കലാശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം എതിരെ കേസെടുക്കാനും കോടതി നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതിനിടെയാണ് പോലീസ് മികച്ച പ്രകടനം തന്നെ നടത്തിയതായി അഭിപ്രായപ്പെട്ട് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത്. മികച്ച കുറ്റാന്വേഷണം, അസാധാരണ സാഹചര്യങ്ങൾ കാര്യക്ഷമമായി നേരിടൽ തുടങ്ങിയവയ്ക്കാണ് സാധാരണഗതിയിൽ പോലീസിന് ഗുഡ് സർവീസ് എൻട്രി പോലുള്ള ആദരം നൽകാറുള്ളത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിച്ച പോലീസുകാർക്കും സീസൺ കഴിയുമ്പോൾ ഈ ആദരം നൽകാറുണ്ട്. ഈ ഗണത്തിലേക്കാണ് നവകേരള സദസ്സിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നവകേരള സദസ്സിന്റെ യാത്ര സംഘർഷഭരിതമായിരുന്നു. പലയിടത്തും പോലീസിനെ മറികടന്ന് DYFI ആണ് പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്തതെന്ന ആരോപണം ഉയർന്നിരുന്നു. DYFIക്കാർ ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചിലയിടങ്ങളിലെല്ലാം പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. നടപടിക്രമങ്ങൾ മറന്ന് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഏറെ വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഇടയാക്കിയിരുന്നു. അതേസമയം കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം 5 പ്രതികളാണുള്ളത്. ഗൺമാൻ അനിലും സെക്യൂരിറ്റി ഓഫീസർ സന്ദീപും മറ്റു 3 പേരുമാണ് കേസിലെ പ്രതികൾ. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവ്. IPC 294B 326 324 പ്രകാരം കേസെടുക്കണമെന്നാണ് ഹർജി. ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. സംഭവത്തിൽ മർദ്ദനമേറ്റവരുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കേസിൽ ഗൺമാൻ അനിലാണ് 1ാം പ്രതി, സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് 2ാം പ്രതിയാണ്. കണ്ടാൽ അറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മറ്റു 3 പ്രതികൾ. ഇവരെ ചോദ്യം ചെയ്യാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഈ മാസം 16-ന് ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിന് പോകുമ്പോൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുദ്രാവാക്യം മുഴക്കിയ ഇരുവരെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരെ റോഡരികിലേക്ക് മാറ്റിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഗൺമാനും സെക്യൂരിറ്റി ഓഫീസറും ലാത്തിയുമായി ചാടിയിറങ്ങി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. സമീപത്തുണ്ടായിരുന്ന പോലീസുകാർ പിടിച്ചുമാറ്റാൻ ആദ്യമൊന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം മുഴുവൻ പ്രതിഷേധക്കാരെ ഇത്തരത്തിൽ ഗൺമാനും സെക്യൂരിറ്റിയും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇത് മാധ്യമങ്ങളിലൂടെ കേരള ജനത മൊത്തം കണ്ടതായിരുന്നു. അതിക്രൂരമായിട്ടായിരുന്നു തല്ലിച്ചതയ്ക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അവിടെ സമീപത്തുണ്ടായിരുന്ന പോലീസുകാർ ഇവരെ മാറ്റി നിർത്തിയത്. അതിനെതിരെ ഇത്തരത്തിൽ ചെയ്ത നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്ന് കേൾക്കുന്നുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് പ്രതിഷേധം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വീണ്ടും പോലീസുകാർക്ക് ഇതിനുള്ള സമ്മാനം, ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത്.